കനത്ത മഴയിൽ ആലുവ ശിവക്ഷേത്രം മുങ്ങി എന്ന വാർത്ത നമ്മൾ നേരത്തെ നൽകിയിരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കാണ്. പെരിയാർ കര കവിഞ്ഞൊഴുകി അമ്പലത്തിലും മണപ്പുറത്തും 2 അടിയോളം വെള്ളം കയറി. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ കർക്കിടക മാസത്തിൽ ഒരുപാട് പേർ, ഈ കർക്കിടക വാവുബലി ഉൾപ്പെടെ 1-ാം തീയതിയൊക്കെ ഒരുപാട് പേർ അവിടെ ക്ഷേത്രത്തിൽ എത്തുന്നതാണ് ദർശനത്തിനും ബലികർമ്മങ്ങൾക്കുമായി. ഇന്നിപ്പോൾ അതൊന്നും നടക്കില്ല എന്നാണോ? നിലവിലെ ഒരു മഴ സാഹചര്യം കണക്കിലെടുക്കുകയാണ് എങ്കിൽ കൃത്യമായി അത് നടക്കാൻ ചടങ്ങുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ പടവുകളിലൊക്കെ ഇരുന്നുള്ള ബലിതർപ്പണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത വിരളം ആണ് എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോഴത്തെ ഒരു മഴ 2-3 ദിവസത്തേക്ക് കൂടി നീണ്ടു നിൽക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലിപ്പോൾ അത്രയധികം മഴ പെയ്ത് ഈ പ്രദേശങ്ങളിലൊക്കെ മഴ അത്രയധികം പെയ്തിരുന്നില്ല. പക്ഷേ ഇത് വൃഷ്ടിപ്രദേശങ്ങളിൽ പെയ്ത മഴയിലാണ് ഈ വെള്ളം ഇവിടേക്ക് ഇത്രയധികം എത്തിയത്. പക്ഷേ പൂർണ്ണമായും മുങ്ങി എന്ന് പറയാൻ സാധിക്കില്ല. ആറാട്ടുൾപ്പെടെ നടക്കുന്ന രീതിയിലേക്ക് മഴ വെള്ളം വന്ന് ഈ വെള്ളം പെരിയാറ്റിൽ കരകവിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് കയറിയെന്ന് പറയാൻ സാധിക്കില്ല. നിലവിലിപ്പോൾ ക്ഷേത്രത്തിന്റെ ഒരു പകുതിയോളം വെള്ളം ഉണ്ട് എന്ന് പറയാം. ഇനി കുറച്ചുകൂടി ഒരു 2 അടിയോളം കൂടി വെള്ളം പൊങ്ങിയാൽ ഒരു പക്ഷേ ആറാട്ടുൾപ്പെടെ നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ആറാട്ട് നടക്കുകയും ചെയ്യും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സ്മിത ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കർക്കിടക വാവുബലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. ആ ചടങ്ങുകളെയൊക്കെ തന്നെ ഇത് ബാധിക്കുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. പക്ഷേ 2-3 ദിവസത്തേക്ക് കൂടി മാത്രമേ ഇത് നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുള്ളൂ, മഴ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ വനപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇതിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമാവുകയാണെങ്കിൽ, മഴ നീണ്ടു നിൽക്കുകയാണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഇതിനെല്ലാം തന്നെ ഈ വാവുബലിയെ ഉൾപ്പെടെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പടവുകളിൽ വന്നു നിന്നുള്ള ബലിതർപ്പണത്തെ ബാധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റിടങ്ങളിൽ ഇവിടെ തന്നെ മറ്റ് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെ ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ സാധാരണഗതിയിൽ ഒരുക്കാറുമുണ്ട്. അത് ആ ദേവസ്വം ഓഫീസിന്റെ മുൻപിലൊക്കെയായി തന്നെ പടവുകളുണ്ട്, കൽപ്പടവുകളുണ്ട്. അവിടേക്ക് വെള്ളം കയറി കിടക്കുന്ന സാഹചര്യവുമുണ്ട്. അവിടെ വൃത്തിയാക്കിയാൽ തന്നെ ഈ ബലിതർപ്പണത്തെ അത് ബാധിക്കാറില്ല, പൊതുവെ അങ്ങനെ ബാധിക്കാറില്ല. നിലവിൽ അത് മാത്രമല്ല, ക്ഷേത്രത്തിൽ പൂർണ്ണമായും വെള്ളം കയറിയോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും അത്രയധികം വെള്ളം കയറിയ ലക്ഷണവും ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശ്രീകാന്ത്, ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴിയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. മണൽപ്പുറം മുങ്ങിയിരിക്കുന്നു. ആലുവ ശിവക്ഷേത്രത്തിന്റെ പരിസരത്ത് വെള്ളം കയറിയിരിക്കുന്നു. ശക്തമായ മഴ 2 ദിവസമായി വൃഷ്ടി പ്രദേശങ്ങളിൽ പെയ്തതുകൊണ്ട് തന്നെ പുഴ കര കവിഞ്ഞൊഴുകിയതാണ് ഇതിന് കാരണമായത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയായിരുന്നു.